നമ്മളെല്ലാവരും 2023 ഒത്തുകൂടിയിരുന്നു. അന്ന് ഒരു തീരുമാനം എടുത്തിരുന്നു, എല്ലാവരും അടുത്ത പ്രാവശ്യം ഫാമിലി ആയിട്ട് തന്നെ ഒത്തുകൂടണമെന്ന്. അത് ഭംഗിയാക്കാനായിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട വിപിൻ ദാസ്, അഖിൽ, സിൻഡോ, സജീഷ്, പിന്നെ ലിറ്റോ പോടില്ല, അങ്ങനെ കുറേ ആൾക്കാർ. എല്ലാവരെയും ഓർക്കാണ് ഈ നിമിഷത്തിൽ. നമ്മൾ പ്രിയപ്പെട്ട ആൾക്കാർ എല്ലാവരും ഒന്ന് കാണാൻ, നമ്മുടെ ഓർമ്മകളിലെ നെല്ലിക്ക, നമ്മൾ ചെറുപ്പത്തിലേക്ക് നെല്ലിക്ക കഴിച്ചിട്ടുണ്ട് ഒരുപാട്, നല്ല പുളിപ്പുള്ള നെല്ലിക്ക. അത് കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുമ്പോൾ നല്ല മധുരമാണ്. അതുപോലെയാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടം. അന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ഇഷ്ടമില്ലാത്തൊരു സമയമാണ്. ക്ലാസ്സിൽ പോകണം, നേരത്തെ എഴുന്നേൽക്കണം, ടീച്ചർമാർ ചീത്ത പറയും, ചോദ്യം ചോദിച്ചില്ലെങ്കിൽ അടി കിട്ടും. അതിനുശേഷം നമ്മൾ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞു, കോളേജ് കാലഘട്ടം കഴിഞ്ഞു, ജോലി, പഠിപ്പ്, അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണേ ഇത്രയും മനോഹരമായ ഒരു കാലഘട്ടം നമുക്കൊന്നും വേറെ ഇല്ല എന്നുള്ളത്. അത് നമ്മളിങ്ങനെ കൂടെ ഓർക്കുവാൻ, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെയും കൂടെ ഓർക്കുവാനാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സദസ്സുകൾ വെക്കണത്. അതിനെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒരു വളരെ സന്തോഷമാണ്. അപ്പോൾ ഇവിടെ സ്വാഗതം പറയാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മഹേഷിനെ വിളിച്ചോളുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് സ്വാഗതം പറയലാണ്. അതിനു മുമ്പ് നമ്മുടെ ഈ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രോഗ്രസ്സിനെ കുറിച്ച് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ അറിയാൻ വേണ്ടിയും പിന്നെ നമ്മുടെ ടീച്ചേഴ്സിന് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയും അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ പറയാം. നമ്മൾ 2023 നമ്മുടെ 23ാമത്തെ വാർഷികം ആഘോഷിക്കുകയും അന്ന് നമ്മൾ വിചാരിച്ചതിലധികം ഭംഗിയായിട്ട് 170+ ആളുകൾ ഓഫ്ലൈനായിട്ടും ഒരുപാട് സുഹൃത്തുക്കൾ ഓൺലൈനായിട്ടും ടീച്ചേഴ്സായാലും ഓൺലൈനായിട്ടും അതിൽ പങ്കെടുക്കുകയുണ്ടായി. അതിനുശേഷം ആ ഇവൻറ്റിൽ വെച്ച് തന്നെ നമ്മൾ 25ാം വാർഷികം ഏത് ഡേറ്റിൽ വേണം എന്നുള്ളതും അതിന് ആരൊക്കെ കമ്മിറ്റിയായി അത് നടത്താനുള്ള ഉത്തരവാദിത്തം ആർക്കൊക്കെ വേണം എന്നുള്ളത് നമ്മളൊരു പുതിയ കമ്മിറ്റി അന്ന് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രിയ സുഹൃത്തായ ജിനേഷ് ഗോപി അതിനുശേഷമുള്ള ഡിസംബറിലാണ് നമ്മളെ വിട്ട് പോവുകയുണ്ടായത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ആ കുടുംബത്തിനൊരു താങ്ങാവാനായിട്ട് നമ്മളെല്ലാവരും ഒരുപോലെ ശ്രമിക്കുകയും ഒരു 2 ലക്ഷത്തിലധികം രൂപ നമ്മളെല്ലാ സ്റ്റുഡൻസും കൂടി സമാഹരിച്ചു. അപ്പോൾ നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ ബേസ് ചെയ്ത് കൂടിയതുകൊണ്ട് ജിനേഷിന് 2 കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനായിട്ട് ആ സമയത്ത് ചിലപ്പോൾ ഒരു കാശായിട്ട് കൊടുത്താൽ അതിന് എത്ര കണ്ട് ഉപകാരം വരും എന്നറിയാത്തതുകൊണ്ട് ആ കുട്ടികളുടെ പഠനത്തിനായിട്ട് 2 പേർക്കും FD 2 പേരുടെ ഇതിലും ആ കിട്ടിയ എമൗണ്ട് ഹാഫ് സ്പ്ലിറ്റ് ചെയ്ത് 2 പേർക്കും ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം അന്ന് ഒരുപാട് പൈസ ഇങ്ങനെ വിദേശത്തു നിന്നുമൊക്കെ പൈസ വരുമ്പോൾ പൈസയുടെ ഹാൻഡിലിങ് ഒരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മേനെ ഒരു ട്രസ്റ്റായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ട്രസ്റ്റ് വഴി നമ്മളൊരു പാൻ കാർഡിന് അപ്ലൈ ചെയ്യുകയും ഒരു ബാങ്ക് അക്കൗണ്ട് ആമ്പല്ലൂർ ഫെഡറൽ ബാങ്കിലൊരു അക്കൗണ്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന എല്ലാ ഇങ്ങനത്തെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായാലും അതിപ്പോൾ ആരുടെയെങ്കിലും ചികിത്സാ സഹായത്തിനായിരിക്കാം, വിദ്യാഭ്യാസത്തിനായിരിക്കാം, മരണപ്പെടുന്നതിൻ്റെ ആകാം, അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ക്യാഷ് ഫ്ലോ വരുന്നതുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ട്രസ്റ്റും രൂപീകരിച്ചിട്ടുണ്ട്. ആ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെന്ന് പറയുന്നത് വിപിൻ ദാസാണ് പ്രസിഡൻ്റായിട്ടുള്ളത്, സജീഷും സൗമ്യയും വൈസ് പ്രസിഡൻസ്, ലിറ്റോ ആണ് സെക്രട്ടറി ആയിട്ട് അന്ന് തിരഞ്ഞെടുത്തത്, അഖിലും സജിതയും ജോയിൻറ്റ് സെക്രട്ടറീസാണ്, സിൻഡോ ആണ് അതിൽ ട്രഷററായിട്ട്. ഇത്രയും പേരടങ്ങുന്ന ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടാണ് ഒരു ട്രസ്റ്റ് ഫോം ചെയ്ത് അതിനുള്ള ഡീറ്റെയിൽസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള പരിപാടികൾക്ക്, അപ്പോൾ ഈ പരിപാടി നടത്താനുള്ള പണസമാഹരണത്തിനായാലും നമ്മൾ ആ അക്കൗണ്ട് തന്നെയാണ് ഇനി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര അക്കൗണ്ടബിൾ ആയിരിക്കും. നമ്മളതിന് ടാക്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഓഡിറ്റിങ്ങും എല്ലാം ട്രാൻസ്പെറൻ്റ് ആയ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്.
ഇനി എൻ്റെ കർമ്മത്തിലേക്ക് ഏറ്റവും ആദ്യം ഞാൻ സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സിനെ തന്നെയാണ്. നമ്മളുടെ സ്വപ്നങ്ങൾക്കെല്ലാം ചിറക് നൽകുകയും നമുക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ചൂരൽ വഴിയാണെങ്കിലും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്നേഹം പകരുകയും, പക്ഷേ ഇത്തവണ നമ്മൾ ക്ഷണിക്കാൻ പോയ സമയത്ത് അതൊരു ആലിംഗനത്തിൻ്റെ രൂപത്തിൽ അതിൽ മടങ്ങ് സ്നേഹം ഞങ്ങൾക്ക് നൽകിയ നമ്മുടെ എല്ലാ ടീച്ചർമാരെയും കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 23ാം വാർഷികം നടത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതൊരു ടോട്ടൽ ഫാമിലി, സ്റ്റുഡൻസ് മാത്രമല്ല അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും കുട്ടികളും എല്ലാം ഉൾപ്പെടുന്ന, ടീച്ചേഴ്സും അവരുടെ ഫാമിലി ഉൾപ്പെടുന്ന ഒരു വലിയ ഫാമിലി ആയിട്ട് മാറ്റണം എന്നുള്ളത്. അതിന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത എൻ്റെ സഹപാഠികളും അവരുടെ കുടുംബാംഗങ്ങളും, അവരുടെയും കൂടി കൂട്ടായ്മ ഇല്ലാണ്ട് ഇത് നടക്കില്ല. അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ കൂടെ വന്ന കൊച്ചുമക്കളെയും എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂടെ ഇവിടെ ഓഫ്ലൈനായിട്ടല്ലാണ്ട് ഓൺലൈനായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് ഉണ്ട്, അച്ചാണ്ടി അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും ഓൺലൈനിൽ നമ്മളുമായിട്ട് കൂടിച്ചേരുന്നാണ് പറഞ്ഞത്. അവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തുടക്കത്തിൽ രാഗി പറഞ്ഞ പോലെ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ അധ്യാപകരുണ്ട്, ടീച്ചേഴ്സ്, അനധ്യാപകരുണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് ചില ആളുകളുണ്ട്. അവരെ എല്ലാവരെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി.